അച്ഛാ. ആ വാ. എന്താ അച്ഛാ, എന്തോ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. പറയാം, ആദ്യം നീ ഇരിക്ക. ഏട്ടൻ എന്തെങ്കിലും കാര്യം അച്ഛനെ കൊണ്ട് പറയിപ്പിക്കുകയാണോ? എടാ, നിന്നെ വിളിച്ചതുപോലെ എന്തോ കാര്യം സംസാരിക്കേണ്ടെന്ന് പറഞ്ഞ അച്ഛൻ എന്നെ വിളിച്ചു. അല്ലാതെ കാര്യം എന്താന്ന് എനിക്കും അറിയില്ല. ആ, നിങ്ങൾ രണ്ടുപേരുടെയും സംസാരം കേട്ടാൽ കുഴപ്പം പിടിച്ച കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്ന ഒരാളാണ് ഞാനെന്ന് തോന്നുമല്ലോ. ഞാൻ അത്ര കുഴപ്പം പിടിച്ച ആളാണോ? അച്ഛൻ കാര്യം പറ. വേറൊന്നുമല്ല, സൂര്യയുടെ എസ്റ്റേറ്റിലെ കാര്യങ്ങൾ നോക്കാൻ പോവാൻ പറഞ്ഞിരുന്നല്ലോ. ആ, അതിനെന്താ ഏട്ടൻ തയ്യാറാണല്ലോ? അതെ, അവൻ തയ്യാറാ. പക്ഷേ നീ കൂടി അവന്റെ ഒപ്പം പോണം. പിന്നെ ഞാനെങ്ങനെ പോവും? ഓഫീസിലെ കാര്യങ്ങൾ നോക്കണ്ടേ? ഓഫീസിലെ കാര്യങ്ങൾ തൽക്കാലം ഞാൻ നോക്കാം. സൂര്യക്കിപ്പോ ഒരു കൂട്ട ആവശ്യമുണ്ട്. ബിജുവിനെ പറഞ്ഞു വിടാമായിരുന്നു. എന്നാൽ അത് നീ നോക്കുന്ന പോലെ ആവില്ലല്ലോ. അച്ഛാ, അവനെ ബുദ്ധിമുട്ടിക്കണ്ട. എനിക്കിപ്പോ തനിച്ചു പോകാൻ എന്താ ബുദ്ധിമുട്ട്? മാത്രമല്ല, പണ്ട് വീട്ടിലേക്ക് വരുന്നില്ലെന്ന് തീരുമാനിച്ചവനാ. ഇപ്പോ വീട് വിട്ട് പോവാൻ ബുദ്ധിമുട്ടുവാ. കുറച്ചു ദിവസത്തെ കാര്യല്ലേ, നിങ്ങൾ ഒന്നിച്ചൊന്ന് പോയിട്ട് വാ. അച്ഛാ, അത് ശരിയാവില്ല. എന്താ, ഏട്ടനോടൊപ്പം പോവാൻ നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഏയ്, ഏട്ടനോടൊപ്പം പോകാൻ സന്തോഷം തന്നെയാ. അപ്പൊ ആ സന്തോഷം അങ്ങ് ഏറ്റെടുത്തോ, അത്ര തന്നെ. ഓഫീസിലെ കാര്യങ്ങൾ അച്ഛൻ നോക്കുമെങ്കിൽ നീ വാടാ. എസ്റ്റേറ്റിലെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ എനിക്ക് 1-2 ബിസിനസ് പ്ലാനും കൂടി ഉണ്ട്. നമുക്കത് അവിടെ നിന്ന് പ്ലാൻ ചെയ്യാം. ഗുഡ്, അങ്ങനെയാണ് വേണ്ടത്. ഇപ്പൊ എന്തായാലും യാത്രയ്ക്കൊരു ഉദ്ദേശമായല്ലോ. അച്ഛാ, എനിക്കിപ്പോ ഈ വീട് വിട്ടു പോകുന്നത് അത്ര ഇഷ്ടമല്ല. എടാ, വിവാഹം കഴിഞ്ഞ് കുറച്ചു നാളത്തേക്ക് എന്റെ അവസ്ഥ ഇത് തന്നെയായിരുന്നു. നമ്മുടെ ജീവിതം എവിടെയെങ്കിലും തളച്ചിടപ്പെടാനുള്ളതല്ല. എന്ത് പ്രശ്നം വന്നാലും അതിനെല്ലാം ഫൈറ്റ് ചെയ്യണം. അച്ഛാ, വേണ്ട, നിങ്ങൾ ഒന്നിച്ചു പോകുന്ന കാര്യം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി അതിന് മാറ്റമില്ല. നമുക്ക് അടിച്ചു പൊളിക്കാടാ. നിനക്കൊരു കുറവും വരാതെ ഞാൻ നോക്കിക്കോളാം. എന്താ അമ്മേ? അത് നമ്മുടെ കുടുംബത്തിനെ ബാധിക്കുന്നൊരു കാര്യം. ചില കാര്യങ്ങൾ തെറ്റാണെന്ന് തോന്നിയാല് എത്ര വൈകിയാലും നമ്മളത് തിരുത്തണമല്ലോ. അതാണല്ലോ അതിന്റെ ഒരു ശരി. അതിപ്പോ നമ്മുടെ കുടുംബത്തിൽ എന്താ തെറ്റായ ഒരു കാര്യം? എനിക്ക് പറയാനുള്ളത് രാധിക മോളെ കുറിച്ച്. ഇതിനി നീട്ടിക്കൊണ്ടുപോകാൻ പറ്റൂല. ഞാനിത് പറഞ്ഞേ പറ്റൂ. അയ്യോ, മോളെ. അയ്യോ മോളെ, മോളെ പ്രിയങ്ക, എന്തു പറ്റി? കണ്ണു തുറക്ക്. എന്തു പറ്റി? മോള് ചായം കൊണ്ട് വന്നതാ, പെട്ടെന്ന് തല കറങ്ങി വീണു. പ്രിയങ്ക, എന്താ പ്രിയങ്ക, മോളെ? പ്രിയങ്ക, മോളെ, ഞാൻ വെള്ളം എടുത്തിട്ട് വരാം. പ്രിയങ്ക, പ്രിയങ്ക, പ്രിയങ്ക. പ്രിയ
ഏയ് പ്രിയങ്ക, പ്രിയ പ്രിയ അതെ കുഴപ്പമില്ലടോ. എത്ര ദൂരത്തായാലും നമ്മുടെ മനസ്സിനുള്ളിൽ സ്നേഹം ഇതുപോലെ തന്നെ ഉണ്ടാവും. ആ, ആ, എന്ത് സ്നേഹം? ആരുടെ സ്നേഹം? ദേ, പെണ്ണേ, നിന്നെ ഓർത്ത് മനസ്സുരുകി ഒരു യാത്ര പോകാൻ നിൽക്കുന്നതിനിടയിൽ നീ കുറുമ്പൂടെ കാണിച്ചോണ്ടല്ലോ, ഒറ്റ അടി ഞാൻ അങ്ങോട്ട് വെച്ച് തരും. അതെ, ഇങ്ങോട്ടോ, ദേഷ്യം കാണിച്ച് എന്നെ പറ്റിക്കാനൊന്നും നിൽക്കണ്ട. ആ, എനിക്കറിയാം പിരിയാൻ നിനക്ക് ബുദ്ധിമുട്ടാണെന്ന്. എന്ത് ബുദ്ധിമുട്ട്? തിരിച്ചു വരുന്നത് വരെ ഒരു മുദ്രയായിട്ട് അതവിടെ കടന്നോട്ടെ. ഇടയ്ക്കൊക്കെ ഒന്ന് ഓർക്കാൻ. ആ, അതെ, ഈ ഒളിച്ചുകളിയൊക്കെ നമുക്ക് നിർത്താറായി കേട്ടോ.